യുദ്ധത്തെ ചുറ്റിപ്പറ്റി അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകളും സംശയങ്ങളും ഉടലെടുക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ആശങ്കയും ഭിന്നതയും ഉയരുന്നതായിട്ടാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസ് യുദ്ധത്തിന്റെ യഥാർത്ഥ പുരോഗതിയെക്കുറിച്ചുള്ള കടുത്ത സംശയം പ്രകടിപ്പിച്ചതായിട്ടാണ് വിവരം. അമേരിക്കൻ സൈന്യം വൻ വിജയങ്ങൾ കൈവരിച്ചുവെന്നും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നുവെന്നുമുള്ള പീറ്റ് ഹെക്സത്തും അതേപോലെ തന്നെ മറ്റൊരു നേതാവും ഇവിടെ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതിന് പിന്നാലെ തന്നെ യാഥാർത്ഥ്യം ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതോടുകൂടി തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പെന്റഗൺ അവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന ഗുരുതര സംശയവും ഉയരുന്നുണ്ട്. യുദ്ധം 8 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ അമേരിക്കയുടെ മിസൈൽ ശേഖരം ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നും ഇത് ഭാവിയിൽ ചൈനയുടെയും റഷ്യയുടെയും വെല്ലുവിളികൾ നേരിടുന്നതിൽ പ്രതിസന്ധിയാക്കുമെന്നും JD വാൻസ് രഹസ്യ യോഗത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. പുറത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഭരണകൂടത്തിനുള്ളിൽ അവിടെ അടച്ചിട്ട മുറികളിൽ ഉയരുന്ന ഈ ചോദ്യങ്ങൾ വലിയ രാഷ്ട്രീയ ഭിന്നതയുടെ സൂചനയാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നതാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാദമെങ്കിൽ പോലും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് മറിച്ചാണ്. ഇറാന്റെ വ്യോമസേനയുടെ മുന്നിൽ 2 ഭാഗവും ഇപ്പോഴും സുരക്ഷിതമാണ് എന്നും ഹോർമുസ് കടലിടുക്കിൽ ഭീഷണി ഉയർന്നാൻ ശേഷിയുള്ള മിസൈലുകളും ബോംബുകളും അവരുടെ പക്കലുണ്ട് എന്നതാണ് കണ്ടെത്തലായി തന്നെ പുറത്തുവരുന്നത്. ഇതിനിടെ അമേരിക്കയുടെ പക്കലുള്ള പ്രധാന വെടിക്കോപ്പുകളുടെ പകുതിയിലധികം ഇതിനോടകം തന്നെ തകർന്നു പോയതായി തന്നെ പ്രമുഖ റിപ്പോർട്ട്, അതായത് പ്രമുഖ ചാനൽ ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ തന്നെ അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ചുരുക്കം ചിലരിൽ ഒരാൾ മാത്രമാണ് JD വാൻസ്. ഈ യുദ്ധം വലിയ ഒരു അശാന്തിയിലേക്ക് തന്നെ നീങ്ങുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല പ്രാദേശിക അസ്ഥിരതയ്ക്കും ഇത് കൂടുതലായി തന്നെ കാരണമാകുന്നുവെന്നും ഒരു മുന്നറിയിപ്പ് JD വാൻസ് ഇതിനു മുൻപേ തന്നെ നൽകിയിട്ടുണ്ട്. വരാനിരിക്കുന്ന 2028 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന JD വാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിന്റെ ആ ഒരു പരിസമാപ്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടുതൽ നിർണായകമായി തന്നെ അതിലൊരു ഇടപെടൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും JD വാൻസ് തന്നെയായിരുന്നു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.